കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾക്കിടെ രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ ഒളിയമ്പുമായി കെ മുരളീധരൻ. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല, ആള് കൂടുന്നതിൽ കാര്യമില്ലെന്നും മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ അനാവശ്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പങ്കെടുക്കുന്ന പരിപാടികളുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതെന്ന് UDF കൺവീനർ MM ഹസനും പ്രതികരിച്ചു. അതിനിടെ ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൽക്കാലിക ലാഭങ്ങൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി നീതിയുടെ വഴി ഉപേക്ഷിക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. എല്ലാവരും പുറത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. വിളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പോവും, ഞങ്ങളും പോവാറൊക്കെയുണ്ട്. പിന്നെ ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ, ഞങ്ങളൊന്നും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഒരാൾക്കൊരു പ്രാധാന്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. അത് ഞാനൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ആൾ കൂടുന്നതിലൊന്നും വലിയ പ്രാധാന്യം ഞാൻ കാണുന്നില്ല. രമേശ് ചെന്നിത്തല പങ്കെടുത്തു, സതീശൻ പങ്കെടുത്തു, സുധാകരൻ പങ്കെടുത്തു. ഇവരെല്ലാം പല സമുദായ സംഘടനകളുടെയും സമ്മേളനങ്ങളിൽ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട്. ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്ന് നിങ്ങളുണ്ടാക്കുന്ന ഒരു നരേറ്റീവാണ്. നീതിയുടെ കൂടെ അല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും? താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. AK അഭിലാഷിന്റെ വിശദാംശങ്ങളുമായി. അഭിലാഷ്, നേതൃമാറ്റ ചർച്ചകൾക്കിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ ആരാണ് പ്രബലൻ എന്ന രീതിയിൽ ചർച്ചകൾ വഴിമാറുകയാണോ? എന്താണ് ഇന്ന് നേതാക്കൾ പ്രതികരിച്ചത്? വിനിത, രണ്ട് തരത്തിൽ വേണം ഇതിനെ കാണാൻ. ഒന്ന്, ആദ്യത്തേത് രമേശ് ചെന്നിത്തല പാർട്ടിയിൽ സജീവമാകാനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ അർഹനാണ് എന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായ നടപടികളുമായി അല്ലെങ്കിൽ നീക്കങ്ങൾ സജീവമാക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നത്. അതിനൊപ്പം തന്നെ സാദിഖ് അലി തങ്ങളുടെ ഇന്നത്തെ ഒരു പോസ്റ്റ് കൂടിയുണ്ട്, ഇന്നലെ രാത്രി ഇട്ടൊരു പോസ്റ്റ് കൂടിയുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലിക്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തടക്കം മുഖവിലിക്കെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നലെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്, ഫേസ്ബുക്കിലൂടെ അത് പറഞ്ഞത്. ഇതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിമർശനം ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ ആളുകളുടെ പിൻബലം അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ തനിക്ക് ചുറ്റുമുണ്ടാവുന്നു എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രകോപിതരാക്കുകയും പരിഹസിക്കാൻ ഇടയാക്കുകയും ചെയ്തത്. അതായത് ആൾ കൂടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ആൾ കൂടിയത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രി ആവാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, അതിന് ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, അതിനുശേഷം നിയമസഭാ കക്ഷി നേതൃത്വത്തിലേക്കും പരിഗണിക്കപ്പെടണം. അതിനുശേഷമാണ് ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ അനാവശ്യമാണ് എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഹസൻ പറയുന്നത് കൂടുതൽ പരിപാടികൾ പങ്കെടുക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാനാവുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഈ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് ഗ്രൂപ്പിന്റെ കാലം കഴിഞ്ഞു, ഇനി പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇനി പ്രധാനമായ കാര്യം. അതായത് ജയിച്ചു വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഗ്രൂപ്പ് മറന്നുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുകയും ചെയ്യുന്നത്. വിനീത, ശരി, AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.